കൃഷി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആദ്യം അയ്യേ കൃഷി അതും നീയോ, ഇത്രയും കാലം ഗൾഫിൽ 10-26 കൊല്ലത്തോളം ഗൾഫിലായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം അതാണ്, ഇതിൻ്റെ ആവശ്യം നിനക്കുണ്ടോ? ഇതാണ് എൻ്റെ തണൽ, വീണാസ് തണൽ, ആൻ അംബ്രല ടു മദർ നേച്ചർ. വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സുസ്വാഗതം. വരാം, കാണാം, പച്ചക്കറികൾ അവനവൻ്റെ കൈ കൊണ്ട് തന്നെ പറിച്ച് കഴിക്കാം, ലൈഫ് ആസ്വദിക്കാം. ബിസിനസ് എന്ന് നോക്കിയാൽ നമ്മൾ ഇവരെയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമ്മൾ മറന്നു പോകും. ശരിക്കും നമ്മൾ മക്കളെ പോലെ തന്നെയാണ് നോക്കുന്നത്. ഇത് കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ വർഷവും കാട് തെളിക്കാൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കൃഷി ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വരാം. ഇത് സീഡ്ലെസ് ലൈമാണ്. ഇത് പിക്കിളിടാൻ നല്ലതാണ്. ഇതിൽ കുറച്ച് ഡേറ്റ്സ് കൂടെ ഇട്ട് പിക്കിളിട്ടാൽ അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ ഹിറ്റാണ് ഞങ്ങളുടെ. ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ്. എനിക്ക് കാർഷിക കോളേജിൽ നിന്ന് കുറേ തൈകളൊക്കെ സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, വിത്തുകളും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തനി നാടൻ വെണ്ടയാണ്. ഇത് ജൈവ പച്ചക്കറിയാണെന്ന് അറിയാവുന്നവർ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരുണ്ട്, വന്ന് വാങ്ങുന്നവരുണ്ട്. അവർക്ക് ആവശ്യം അനുസരിച്ച് പറിച്ച് അവർക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാം. കൃഷിയുടെ രീതികളും ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളവർക്ക് വന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വന്നെടുത്തുകൊണ്ട് പോകാനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ തന്നെ വിത്ത് ഉണ്ടാകുന്നതാണ്. നമ്മുടെ തന്നെ പടവലത്തിനും പാവലിനും ഒക്കെ നമ്മുടെ സ്വന്തം വിത്തുകളുണ്ട്, അതിട്ടുണ്ടായതാണ്. ഇത് 2 വർഷമായ സപ്പോട്ടയാണ്. ഇവിടെ 78 ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പം പ്ലാവിലൊക്കെ നിറയെ ചക്കയുണ്ട്, ശീമച്ചക്കയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സപ്പോട്ട 2 കൊല്ലം കൊണ്ട് നിറയെ കായ്ക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ കുറേ പറിച്ചു, കഴിച്ചു. ഇപ്പോൾ എൻ്റെ ഫാമിൽ 2 തരം കറിവേപ്പുണ്ട്. ഇത് ജീരക കറിവേപ്പിലയാണ്, പിന്നെ സാധാ കറിവേപ്പിലയുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്നത് കറിവേപ്പിലും പുതിനയിലുമാണ്. ഇത് നമ്മുടെ നാടൻ പേര, ജാമ്പ, നെല്ലി, പാഷൻ ഫ്രൂട്ട്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാത്തിനും അഡ്വാൻസ് ബുക്കിംഗ് ആണ്. പക്ഷേ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു വിഷമമുണ്ട്. ഈ കാണുന്നതെല്ലാം എൻ്റെ പശുക്കുട്ടികളാണ്. ഇവരെല്ലാം എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. എല്ലാം നാടൻ ബ്രീഡുകളാണ്. കാസർഗോഡ് കുള്ളനും വെച്ചൂരുമാണ്. ഇപ്പോൾ 9 കുട്ടികളായി. ആദ്യം ഞങ്ങൾ ഒരു പശുവിൽ തുടങ്ങിയതാണ്, നന്ദിനി. അത് നമ്മൾ പ്രാവച്ചമ്പലത്തിൽ നിന്ന് മേടിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ മാളുവായി. എല്ലാം എൻ്റെ മൂത്ത മോളാണ് പശുക്കൾക്കൊക്കെ പേരിടുന്നത്. അങ്ങനെ ഇപ്പോൾ 9 കുട്ടികളായി. ഇനി അടുത്ത ഒരു 5 മാസം കഴിയുമ്പോൾ 5 കുട്ടികളും കൂടെ വരും. 5 പേരും പ്രഗ്നൻ്റാണ്. നാടൻ പശുക്കളായതുകൊണ്ട് തന്നെ പാലും വളരെ കുറവാണ്. ഒരു കറവയിൽ ഒരു പശുവിന് ഒരു മാക്സിമം 2.5-3 ലിറ്റർ കൂടുതൽ പാൽ കിട്ടത്തില്ല. പക്ഷേ അത് അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ള പാലാണ്. നമ്മുടെ HF പോലെയല്ല. പാലിന് വിലയും കൂടുതലാണ്. കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് വാങ്ങുന്നവരും ഉണ്ട്, ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നതുമുണ്ട്. പിന്നെ ഇതൊരു പക്ക ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പാഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബിസിനസ് എന്ന് നോക്കിയാൽ ഇവരെയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാൻ നമ്മൾ മറന്നു പോകും ശരിക്കും.